കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് മാമാങ്കമായ കേരള ക്രിക്കറ്റ് ലീഗിന് ഓഗസ്റ്റ് 20-ന് തുടക്കമാകും. തിരുവനന്തപുരത്ത് കാര്യവട്ടം സ്പോർട്സ് ഹബിലാണ് 6 ടീമുകൾ പരസ്പരം മാറ്റുരയ്ക്കുന്നത്. ജൂലൈ ആദ്യവാരം താരലേലം നടക്കും. നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, പ്രഥമ KCL ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ്, ആതിഥേയരായ അദാനി ട്രിവാൻഡ്രം റോയൽസ്, ആലപ്പി റിപ്പിൾസ്, തൃശൂർ ടൈറ്റൻസ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നീ 6 കരുത്തരായ ഫ്രാഞ്ചൈസികളാണ് ഇത്തവണയും കിരീടത്തിനായി കളം നിറയുക. കഴിഞ്ഞ 2 സീസണുകളുടെയും വൻ വിജയത്തിന് പിന്നാലെ കൂടുതൽ മികവോടെയും വിപുലമായ ജനപങ്കാളിത്തത്തോടെയും 3-ാം പതിപ്പ് ഒരുങ്ങുകയാണ്. നമ്മൾ കുറേ എഫേർട്ട് എടുത്തിരുന്നു, കൂടുതൽ ആൾക്കാരെ ഗ്രൗണ്ടിൽ എത്തിക്കാനായിട്ട് എടുത്തിരുന്നു. ഈവൻ ഗ്രൗണ്ടിലാണെങ്കിൽ പോലും ഫസ്റ്റ് സീസണെ അപേക്ഷിച്ച് കാണികൾ വളരെ കൂടുതലായിരുന്നു. ഇത്തവണ കുറച്ച് പുതിയ കുറച്ചുകൂടെ ഒരു ഫാൻ ഇൻവോൾവ്മെൻറ്റ് അതിനെപ്പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പുതിയ കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്യാനായി കേരളത്തിൽ KCL മാതൃകയിലുള്ള വനിതാ ക്രിക്കറ്റ് ലീഗിന് കാത്തിരിക്കണം. പിങ്ക് ടൂർണമെൻറ്റ് ആദ്യം നടത്തിയിട്ട് അതിൽ നിന്ന് കുറച്ച് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്ത് 4 ടീമുകളായി ടീമിനെ നമ്മുടെ ഒരു ഫ്രാഞ്ചൈസി മോഡലല്ല. ഒക്ടോബറിലാണ് നമ്മുടെ BCCIയുടെ വിമൻ നമ്മുടെ സീനിയർ ടീമിൻ്റെയൊക്കെ ആദ്യത്തെ മാച്ചുകളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഇതിനുള്ളിൽ ചെയ്യണം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നവീകരണം, സുരക്ഷാ ക്രമീകരണങ്ങൾ, തത്സമയ സംരക്ഷണം എന്നിവയോടെ 3-ാം സീസൺ ചരിത്ര വിജയമാക്കാനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ലേല നടപടികൾ ജൂലൈ ആദ്യവാരം നടക്കും. രാജ്യത്തെ പ്രാദേശിക ക്രിക്കറ്റ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ച ഒന്നായി 2 സീസൺ കൊണ്ട് KCL മാറിക്കഴിഞ്ഞു. കൂടുതൽ പുതുമകളോടെ എത്തുന്ന 3-ാം സീസൺ ഓഗസ്റ്റ് 20-ന് ആരംഭിച്ച് സെപ്റ്റംബർ 4-ന് അവസാനിക്കും. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.